ഒരു ഫോർമുലയാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് നിൽക്കുന്നത്. എന്താണ്? ഇപ്പോൾ ലൈറ്റ് വെയ്റ്റിംഗ് ഉണ്ട്, ഭാരച്ചുരുക്കം, ഭാരച്ചുരുക്കം ഉണ്ടാവും. അതുപോലെ തന്നെ പ്രസൻസ് ഫീൽ ചെയ്യും, സാന്നിധ്യം ഉണ്ടാകും. അതിന് ടൈം ഷോർട്ടറിങ് സംഭവിക്കും, സമയച്ചുരുക്കം ഉണ്ടാകും. പക്ഷേ ഇതിൻ്റെ മെയിനുള്ള സംഭവം എന്താണ്? നോട്ട് ബൈ മെറിറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയെന്നുള്ളത്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യണം? ഉടമ്പടിയുടെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? കഴിവ് കുറച്ചിട്ട് കൃപ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പുതിയ ടോണിക്ക് കഴിച്ചുകൊണ്ടിരിക്കും. പിടിയിട്ടില്ലേ? ഇവിടെ ചെയ്യണതാണ് കഴിവ് കുറക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ, സ്വന്തപ്പെട്ടവർ, സഹോദരങ്ങൾ, ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ കഴിവില്ലേ അത് കുറച്ചിട്ട് ദൈവത്തിൻ്റെ കഴിവ് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ റീഫോർമാറ്റ് ചെയ്യണതാണ് ഉടമ്പടി കൗൺസിലിങ്. അപ്പം അതൊക്കെ ചിലപ്പോൾ സെക്കൻഡ് കൊണ്ട് തീരും പരിപാടി. ആൾക്കാരെ വരുമ്പോൾ ജസ്റ്റ് പറഞ്ഞ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വിവേചനമൊക്കെ ആവും. അപ്പം തന്നെ ചിലപ്പോൾ റെഡിമെയ്ഡ് ആൻസർ പറയും, ചാപ്റ്റർ ക്ലോസ് ചെയ്യും. കാര്യം എന്തുമാത്രം ആൾക്കാർ ഉടമ്പടി എടുക്കണത്. അല്ല മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ഇരിക്കുന്ന രീതിയല്ല ഇത്. അതൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ കാര്യങ്ങളെല്ലാം മാറും ചിലപ്പോൾ. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പൊതു ഫോർമാറ്റ് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറിറ്റിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ ഗ്രേസിനെ കുറിച്ചാണ്. ഇത് ആഡ് ചെയ്യാൻ വേണ്ടി പുതിയ വിഷയങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൃപയുണ്ടാകാം. ചിലപ്പോൾ ചിലർക്ക് ക്ഷമിച്ച് കൊടുക്കും, ചിലർ സമാധാനത്തിലേക്ക് കൊണ്ടുവരും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരെ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. ഇല്ലേ? കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട വിഷയം എന്താണ്? സമാധാനം സ്ഥാപിക്കുകയാണ്. പക്ഷേ കുടുംബത്തിൽ വരണ എപ്പോഴും നടക്കുന്ന വിഷയം എന്താണെന്ന് അറിയാമോ? കുടുംബത്തിൽ ഇപ്പോൾ 5 പേരുള്ള വീടാണെങ്കിൽ തന്നെ മിക്കവാറും അതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാകും. അമ്മയും മക്കളും, ഒരു മകളും ഒരു ഗ്രൂപ്പ്, അപ്പനും മകനും അമ്മയും തമ്മിലൊരു ഗ്രൂപ്പും, ഇളയ മകളും ഗ്രൂപ്പ്, അപ്പനും മൂത്ത മകളും അതിൻ്റെ നടുവത്തെ ഒരു ഗ്രൂപ്പ്, അമ്മാമ്മ ഈ കൂട്ടത്തിൽ കൂടും. ഇങ്ങനെ ഗ്രൂപ്പിസം ഉണ്ടാകും. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ഇക്വിലിബ്രിയം, അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടല്ലോ. ഈ ബാലൻസ് സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്ന അപ്പനോ അമ്മയോ പറയുന്ന, മകളോ പറയുന്ന കാര്യം തെറ്റാണെങ്കിലും നിങ്ങൾ ചാരിക്കൊടുക്കും. എന്താ കാര്യം? നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളല്ലേ, ഗ്രൂപ്പ് ഇരുന്ന് ചാടി അപ്പുറത്ത് പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യും? സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ലോകാരൂപിനെയാണ് എടുക്കുന്നത് അല്ലേ? അപ്പം ദൈവത്തെ നമ്മൾ പുറത്താക്കും. ഈ ദൈവത്തെ പുറത്താക്കിക്കൊണ്ടാണ് നിങ്ങൾ കുടുംബത്തിലെ സമവാക്യം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. എപ്പോഴും സൂക്ഷിക്കണം. ആരൊക്കെ ഓരോരുത്തരെങ്കിലും ചാരുമ്പോഴേ അവർ കാണിക്കുന്ന പോക്കരുത്തരത്തിന് നിങ്ങൾ ഹല്ലേലൂയ പറയുന്നില്ലേ? അതോടുകൂടി നിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എന്താണ്? ഞാൻ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകണം. അതാണ്. അതുകൊണ്ട് തന്നെ എന്ത് നിലപാടെടുത്താലും നമുക്ക് വേണ്ടി നാളെ ഇന്നലെ കാലങ്ങളിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തതായിട്ടുള്ളതാണ്. നീ ഇപ്പം വിശുദ്ധിയാണ്, നീ പുണ്യാളത്തിയാണ്, എന്നാൽ പള്ളിയിൽ പോയി ഇടവകൊക്കെ കയറി ആ രൂപക്കുണ്ടിനകത്ത് കയറി ഇരുന്നോ എന്ന് പറയും. നിനക്ക് ആവശ്യമില്ലെന്ന് പറയും. നമ്മളെ ഒഴിവാക്കി കളയും. വീട്ടിൽ നമ്മളെക്കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് നമ്മുടെ ഗ്രൂപ്പിന് തോന്നിയാൽ അവർ ന്യൂട്രലായിട്ട് ഒഴിവാക്കി കളയും. സ്ഥലത്ത് കിട്ടുന്ന സ്ഥലത്തെല്ലാം വെച്ച് പാര വയ്ക്കുകയും ചെയ്യും. നമ്മളെ വേണേ ചോറ് വരെ എടുത്ത് കഴിച്ചു കളയവർ നമ്മൾ താമസിച്ചാൽ. അയ്യോ ഞാനോർത്ത് നീ അവിടെ നിന്ന് കഴിക്കുമെന്ന് ഓർത്തു എന്ന് വിചാരിക്കും. പോരെ? അപ്പം നമുക്ക് നീരസം, അരിശം ഉണ്ടാകണം. പക്ഷേ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. അപ്പം അതൊക്കെ കർത്താവിൻ്റെ വചനം പറഞ്ഞാലേ നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ നിൻ്റെ ചോരെടുത്ത് അവർ കഴിച്ച് ന്യൂട്രൽ കഴിച്ചാൽ നിന്നെ പട്ടിണിക്കിടാൻ തന്നെ കരുതി കുട്ടിച്ചത് പരിപാടിയാണത്. നിനക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന പാരയാണ്. അപ്പോൾ നീ എന്താ വിചാരിക്കണം? അപ്പോൾ നീ പറയും സാരമില്ല, ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടല്ലോ, നിനക്കിട്ട് ഞാൻ പഴി വെച്ചിട്ടുണ്ടെന്നാണ് പറയണത്. എന്നാ ഇത് പറഞ്ഞാൽ ഉടമ്പടി നിലനിൽക്കത്തില്ല. കാര്യം സ്പിരിറ്റ് വേറെയാണ്. ഉപയോഗിക്കുന്ന സ്പിരിറ്റ് എന്താണ്? ലോകാരൂപിയാണ്. ഈ ലോകാരൂപിയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഉടമ്പടിക്കാലത്ത് പുതിയ കാര്യങ്ങളുണ്ടാകും. ഇതിനോടാണ് ഈ മൗനം പാലിക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതിനോട് മൗനം പാലിക്കണം. എന്താണ്? അമ്മ ഹൃദയത്തിൽ സംസാരിച്ച് പോയാൽ നമുക്ക് ഈ വിഷയത്തെ സംസാരിച്ചാൽ മാനുഷികമായി പോകും. മാനുഷികമായാൽ അത് മിക്കവാറും ദൈവത്തിൻ്റെ അരുവിക്ക് എതിരാകും. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? മിണ്ടത്തില്ലെന്ന് പറഞ്ഞ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് പോരാക്കരുതത്. ഹൃദയത്തിൽ 2 തരത്തിൽ സംഗ്രഹിക്കാം. ദൈവഹിതം നിറവേറട്ടെ, ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എന്നാണ് മാതാവ് സംഗ്രഹിച്ചത്. നിങ്ങൾ വിചാരിക്കണത് എന്താണ്? ഏത് പട്ടിക്ക് ഒരു ദിവസം എൻ്റെ പുളിച്ചിയും പൂക്കും എന്നും പറഞ്ഞ് ഹൃദയത്തെ സംഗ്രഹിക്കാം. പിടിയിട്ടില്ലേ? എന്നാൽ എനിക്കൊരവസരം കിട്ടും വട്ടം ചവിട്ടാൻ
അതും കടന്ന് മോങ്ങരുതെന്ന് പറയും നമുക്കൊരു സമാധാനം, കിടന്നുറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉടമ്പടി നോക്കേണ്ട കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. നീ ആഗ്രഹിക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും മോശം, നിങ്ങൾ പറയും അത് ഇവിടെയൊക്കെ ജീവിക്കണമെങ്കിൽ പല്ലും നഖവും വേണം അച്ഛാന്ന് പറയും. അച്ഛനൊക്കെ പറയും അത് തറയിലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കണമെങ്കിൽ പല്ലും നഖവും വേണമെന്ന് പറയും. പല്ലും നഖവും വെച്ചാലും കണ്ടവൻ കുറച്ച് കഴിയുമ്പോൾ ഊരിക്കൊണ്ട് പോകുന്നത്. പിന്നെ നീ മോങ്ങി തന്നെ കർത്താവിൻ്റെ അടുത്ത് തന്നെ വരേണ്ടി വരും. അഭ്യാസം കാണിക്കരുത്, മറിച്ച് കർത്താവിനെ കൊണ്ട്. ഇപ്പോൾ ഈ സിമി ജോണിൻ്റെ ചരിത്രം കണ്ടില്ലേ? സിമി ജോൺ എന്താ പറയണത്? സിമി ജോൺ പറയണത് ഇതാണ്, എന്നോട് എന്താണ് പറഞ്ഞത്? കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. പിന്നെന്താ പറയണത്? മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നടക്കും. എന്നിട്ട് സിമി ജോൺ പറയുന്നു, ഞാൻ ഇവിടെ നിൽക്കരുത് ഇവളിത് പറയുമ്പോഴേ, അവളത് പറഞ്ഞപ്പോഴേ എനിക്ക് കറണ്ട് അടിച്ചു. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ ആ സാക്ഷ്യം നോട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇതിവൾ പറയുമ്പോൾ തന്നെ അവൾ പറയുന്ന വാക്കുണ്ട്, കർത്താവ് എന്നോട് പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു, പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു, ഈ തൊണ്ടയും വെച്ചാണെന്ന്. അതാണ് വിഷയം. അതായത് കർത്താവ് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ കൈപിടിച്ച് നിരന്തരം നയിക്കും, മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു. അത് വചനത്തിൻ്റെ പ്രശ്നം, അത് നിറവേറണമെങ്കിൽ അത് വിശ്വസിക്കണം. ചിലർക്ക് ഭാഗികമായി വിശ്വസിക്കും, ചില കുറച്ച് വിശ്വസിക്കും, ചിലപ്പോൾ ഒക്കുമായിരിക്കും, ചിലവർക്കൊക്കും ചിലവർക്കൊക്കത്തില്ലെന്ന്. അങ്ങനെയല്ല, കർത്താവ് പറഞ്ഞാൽ പിന്നെ കർത്താവ് അങ്ങയോട് അളിച്ചത കാര്യങ്ങൾ നിറവേറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഈ കുരത്തൊണ്ടയും കൊണ്ടുപോയി പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു. ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞാണ്, ഞാൻ നിന്നെ നിരന്തരം കൈപിടിച്ച് നിന്നെ നിരന്തരം നയിക്കും. ഞാൻ പരീക്ഷ ഹോളിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് തൊണ്ട തുറന്നു.